നെന്മാറയിലെയും അതുപോലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ, അതിനൊപ്പം തന്നെ വിവിധ ക്യാമ്പുകളിൽ നിന്നെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് മേഖലയിലേക്ക് കൂടി ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. ഇവരുടെ കൂടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് അരുൺ ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഇത് എവിടേക്കാണ് ഇയാൾ ഓടി മറിഞ്ഞത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ആ തിരച്ചിൽ ഇത് എത്ര ദൂരം അല്ലാണ് അത് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ചെന്താമര അധിക ദിവസമായി, അതായത് ഇന്നലെ കൃത്യത്തിന് ശേഷം അയാൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ഒരാളുടെ കണ്ണിന് മുന്നിൽ പെട്ടാൽ ഇത്രയും വേഗം അയാൾക്ക് ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. മാത്രമല്ല ഈ മേഖലയിലേക്കുള്ള അയാളുടെ വരവ് അത് വലിയ രീതിയിൽ തങ്ങൾ എതിർക്കുന്നു. കാരണം നാട്ടുകാർക്ക് കൃത്യമായി ചെന്താമരയെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നാൽ പിടിക്കപ്പെടുമെന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ചെന്താമര ഈ മേഖലയിലേക്ക് വരില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുള്ളത്. എന്തായാലും പോലീസ് സേന ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ വേണ്ടി പോകുന്നു. ഇത് ജനവാസ മേഖലയാണ്, വനത്തിന് ഓപ്പോസിറ്റുള്ള അല്ലെങ്കിൽ എതിർവശത്തുള്ള ജനവാസ മേഖലയാണ്, വീടുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. പക്ഷേ ഈ മേഖലയിലും ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. ആ റബ്ബർ എസ്റ്റേറ്റ് മേഖലയിൽ ഉൾപ്പെടെ ഇയാൾ കയറി ഇവിടെ ഒളിച്ചിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സംഘം ഈ മേഖലയിലേക്ക് ഉൾപ്പെടെ തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓരോ വീടിൻ്റെയും പിറകുവശത്ത് ഉൾപ്പെടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതായത് ജനവാസ മേഖലയാണ്. ആ മേഖലയിലെല്ലാം ഈ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഈ മേഖലകളിലേക്കെല്ലാം കൃത്യമായി തന്നെ കയറി ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.